എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അപ്പോൾ ഇന്നലെയൊക്കെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും കമൻ്റ് ഇട്ടു, അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു മോൻ്റെ ഷൂവിൻ്റെ കാര്യം. അത് കുറേ പേര് പറഞ്ഞു. അത് പറഞ്ഞതെല്ലാം കറക്റ്റായിരുന്നു. ഞാൻ വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പോൾ ഏത് ഷൂ അവൻ സെലക്ട് ചെയ്തതെന്ന് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളന്ന് പോയ പർച്ചേസിങ്ങിനുള്ള, അത് കുറേ ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു. എന്നിട്ട് ഞാൻ കുറച്ച് പാർട്ട് ഇന്നിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കാണുന്നവർക്ക് ഒരു ബോറാവും. എല്ലാവരും പറയില്ല ചേച്ചി ഞങ്ങൾക്ക് ബോറല്ലെന്ന് പറഞ്ഞാലും ഇത് ഇപ്പോൾ ഒരു 20-24 മിനിറ്റ് കൂടുതലുണ്ട്. അപ്പോൾ അത് ഞാൻ അത്ര ഇടുന്നില്ല. കുറച്ച് ബാക്കി പാട്ടുള്ളത് പിറ്റേ ദിവസം കാണിക്കാം. പ്രൈസ് മോനെ, നിൻ്റെ ഷൂ ഉണ്ട് കാണിച്ചത്. നിൻ്റെ ഇഷ്ടപ്പെട്ട നിൻ്റെ ആൻറ്റിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റായിരുന്നു കേട്ടോ. കാണിച്ചേ. ഇതാ അവൻ സെലക്ട് ചെയ്തത്. കറക്റ്റ് പോലെ എല്ലാവരും പറഞ്ഞു. കൊള്ളാമോ ചോദിച്ചേ? അല്ല, ആൻറ്റിമാരോട് ചോദിച്ചാൽ എൻ്റെ ഷൂ കൊള്ളാമോന്ന്. എൻ്റെ ഷൂ കൊള്ളാമോ? ഷൂ കാണിച്ചിട്ട് പറ. എൻ്റെ ഷൂ കൊള്ളാമോ? എന്ത് ഇന്നലെ വീണത്? അനങ്ങില്ല. ഇന്നലെ താഴെ കളിക്കാൻ പോയി അവിടെ കണ്ട് ഇടിച്ച് വീണ്. കണ്ടോ ഇവിടെ വരെ വീഴ്ച. നമ്മളെങ്ങാണ്ട് ഒന്ന് തൊട്ടാൽ ഇവിടെ വീട്ടിൽ കിടന്ന് അലറും. മുട്ടുപോയി. ഇവനൊന്നും ഇതുവരെ നടക്കാൻ പഠിച്ചിട്ടില്ല. എപ്പോൾ താഴെ പോയാലും വീണോണ്ട് വരും. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫോർത്ത് ടൈപ്പ് ഷർട്ട് എന്തിനാ? वो छोटा है, वो छोटा है. ഓടെ ഇറക്കാം. അതെല്ലാം ചെറുതാടാ, അതെല്ലാം ചെറുതാന്ന്. ചോട്ടാ തേർത്ത് ചോട്ടാ പടേगा. അപ്പോൾ ആ പുള്ളിക്കാരൻ പറഞ്ഞ് അവിടെ ഈ ചാക്കി ഇരിക്കുന്ന എല്ലാം തുണികളാണ്, എല്ലാം ഈ ബ്രാൻഡഡ് കമ്പനിയുടെയാണ് ഇതെല്ലാം. ഇതിനൊക്കെ ഇച്ചിരി റേറ്റ് കൂടുതലാണ്. ഇതിനൊക്കെ ചെറുതാണെങ്കിൽ അത്രയും വരത്തില്ല. അവൻ്റെ സൈസിൻ്റെ എടുക്കുമ്പോൾ ഇത്രയാവും. അവൻ ഇങ്ങനെയുള്ള ഫുൾ കൈ ഉള്ളതാണ് ഇഷ്ടം. നിനക്ക് എത്ര കറുപ്പുണ്ടടാ പോളെ? അതെടുത്തു നോക്ക്. റെഡ് എന്തിനു? റെഡ് തന്നില്ല. नहीं वो हाथ में इसका पैर में हाँ वो देख एक मिनट वो डाल दे. एक जन का लेगा. ये देख पहले ये बहुत दूर कई വേണം कई വേണം ഇത് ഒത്തിരി ലൂസാടാ. ബ്ലൂടൂത്ത് എടുത്ത് മാറ്റി ചെവിന്ന്. अंदर भी एक कपड़ा है ना, लेकिन दोनों सेम दिखते हैं ना. बराबर है. क्या इसमें क्या स्कीम है कुछ? एक आपकी स्कीम का लास्ट वही है. 5XL 4XL सेम रेट है. कलर ब्लैक है बेटा. ब्लैक बेटा कितने इसको 4-5 है. ब्लैक ही नहीं. कलर वाला कौन सा भी ले. सब लोग सोचेगा एक ही शर्ट पहन के चलते करके. एक ब्लैक 5XL में क्या तो बोलूं. हाँ ये ले फिर. അവൻ ചെന്ന് പിടിക്കുന്നത് കറുപ്പ് അവിടെ ഉണ്ടോ അതാ എടുക്കുന്നത്. അതിനാ ഞാൻ അവിടെ കിടന്ന് ചലച്ചത്. ബ്ലാക്ക് മനുഷ്യർ തന്നെ ഇന്ത്യക്ക് ഈ ചെറുക്കന് ഒരു ഡ്രസ്സേ ഉള്ളൂ. അപ്പം 899 900 പറയാം ഒരെണ്ണത്തിന്. നോക്കിയുണ്ടെ ഇവന് ഇട്ട് നോക്കിയുണ്ടെ കുഴപ്പമില്ലത്.
അപ്പോൾ അതെടുക്കാമെന്ന് വെച്ച് ഒരെണ്ണം ഇത് എടുത്ത്. അവൻ ബ്ലാക്ക് മതിയെന്നും പറഞ്ഞ് നിന്ന്. ഞാൻ പറഞ്ഞു ഒക്കത്തില്ല, ഇങ്ങനെ ഏതെങ്കിലും ഒരു കളർ എടുക്കുക. ഇപ്രാവശ്യമാണ് അവൻ കളറുകൾ എടുത്തത്. അപ്പനും മോനോടെ പോകുമായിരുന്നെങ്കിൽ അവൻ പറയുന്നതനുസരിച്ച് അപ്പനങ്ങ് നിന്നേനെ. ഇതിപ്പോൾ ഞാൻ കടുംപിടുത്തം പിടിച്ച് നിന്നതുകൊണ്ട് കറുപ്പ് എല്ലാം അവൻ്റെ കറുപ്പ്. എത്ര കറുപ്പുണ്ടെന്നറിയാമോ? എടാ ബ്ലാക്ക് എടുക്കാതെ ഇതെടുക്കടാ. എന്തോ റെഡ് വേണ്ടേ നേരം? ഇതെടു, റെഡ്. രണ്ടെണ്ണം പോരെ? ആ അവിടെ എല്ലാം ഒന്ന് കറങ്ങി. പിന്നെ പ്രൈസിന് നോക്കി ടീഷർട്ട്. അപ്പോൾ പ്രൈസിന് അങ്ങോട്ട് പിന്നെ പുള്ളിക്കാരൻ അവിടുത്തെ ഓണർ വന്ന് വേറെ സ്ഥലത്താണ് കാണിച്ചു തന്നു. ആ ഏജ് ടൈപ്പ് അല്ലാതെ നമ്മൾ നോക്കിയോണ്ടേ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ നോക്കിയോണ്ടേ എല്ലാം ചെറിയ പിള്ളേർക്കാണ്, കൊച്ചു പിള്ളേർക്കുള്ള. ഒത്തിരി ചെറുതല്ല, ഇവനൊക്കെ കുറച്ചുകൂടെ ചെറിയ പിള്ളേർക്ക്. പിന്നെ അവന് ഫുൾ കൈ അല്ലാത്ത രണ്ട്. ഇത് നല്ല പ്യുവർ കോട്ടനാണ്. നല്ല ഒത്തിരി കട്ടിയൊന്നും അങ്ങനെ ഇല്ല, പക്ഷെ നല്ല. അതും അവിടെയും കറുപ്പിൻ്റെ അകത്ത് കറുപ്പുണ്ടോ എന്ന് വെച്ചാൽ കറുപ്പ് ഇല്ലായിരുന്നു അവിടെ. അപ്പോൾ ഇങ്ങനെ ലൈറ്റ് കളറായിട്ടുള്ളത് രണ്ടെണ്ണം എടുത്തു. അതെത്ര? 500 തോന്നുന്നു. 500. അപ്പോൾ കൊച്ചവന് നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ കൊച്ചവന് ടീഷർട്ട് നോക്കുക. ഈ പലയിടത്ത് കയറാതെ ഒരിടത്ത് കിട്ടിയ അത്രയും നല്ലതെന്ന് പറഞ്ഞ് ഞാനതെടുക്കും. അപ്പോൾ റീച്ചാൻ അവനെയും കൊണ്ട് പോയി കൂടി നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു അതവിടെ ഇരിക്കട്ടെ, നമുക്ക് ആദ്യം ടീഷർട്ട്, ഇവർക്കുള്ള ടീഷർട്ട് 3/4 അങ്ങനെയുള്ളതൊക്കെ നോക്കാം, അത് കഴിഞ്ഞ് നമുക്ക് ഇത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് സെലക്ട് ചെയ്ത് ഈ ഒരു ലൈൻ എടുത്തോണ്ട് പോള് പറഞ്ഞ് വേണ്ട മമ്മി അത് കൊള്ളത്തില്ലെന്ന്. ഇത് ബോർവെലി ആ സൈഡിലാണ്. അവിടെ ഇത് ഈ കട ഇങ്ങനെ കണ്ടില്ലേ. തുണികളൊക്കെ നല്ല ബ്രാൻഡഡ് തുണികളൊന്നും അർമാനി കമ്പനിയുടെ ആയിരുന്നു. അങ്ങനെ കുഴപ്പമില്ല. ഇനിയിപ്പം എടുക്കുമ്പോൾ നമ്മൾ ഇത്തിരി വില കൂടിയത് എടുത്താലും ഒന്ന് ഈട് നിന്നാൽ കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ ഇപ്പോൾ 500 രൂപയുടെയൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് പന്നലായാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാണ്. हाँ बड़ा थोड़ा ले लो, बड़ा है तो बड़ा है। ये ले, ये डाल उसको निकल छोड़। मस्त मजा आएगा देखो। बेस्ट उसको पहनने दे दो। അത് വേണ്ട റേച്ച, ചൂടല്ലേ. ഇതെന്താ ഇതിന്റെ ചെറുതില്ല? ये कलर का नहीं है, बहुत बड़ा है। ये वाला बराबर एस वाला इसी बराबर है। और इसमें से बाकी जो है ये भी उसको एक पहना के देखो। ये भी ऐसे है। ये वाला कैसा है? ये वाला ले देखो। ये भी अच्छा है, मस्त कलर है। हां ഇത് ഇളകി പോവോ ചിലപ്പം ഈ നമ്പർ? वो ब्लैक है। कौन सा था यहां पे कलर? मामा उनको बोलो जो ढूंढ रहे हो साइज उनका बड़ा है, उनको ये हां അതെടുത്തേ. हां तो उधर नहीं है, ये वाइट कलर खराब हो गया। ഓ അങ്ങനെയൊന്നുമില്ല. ये कलर कॉम्बिनेशन ये देखो दिखाएगा। അത് ഊരി കൊടുക്കവനെ. ये एम है मत ये एम है। പിന്നെ എന്തോ അവനിപ്പോ എടുത്തോണ്ടിരിക്കുന്നത്? किधर है लिखा सर? नहीं वो स्टिकर है। अरे स्मॉल इधर है, वो ऐसी है। हां ये देख
ഇതൊക്കെ വേറെയാണോ? ये सब अलग है? लंबा आएगा बेटा, ये शॉर्ट है ना अंकल, थोड़ा लेंथ इसको हर टी शर्ट का लंबा आएगा और कोई कपड़ा नहीं है। ये किससे? ये नहीं होएगा, वो तो नहीं बड़ा है होएगा। बहुत बड़ा है, डाउन शोल्डर है वो। बराबर है ना, हाइट तो थोड़ा हाइट चलेगा, वो बड़ा होने वाला आपको एक टी शर्ट ये वाला ट्राई करना था, डबल एक्सेल वाला, मैं आपको बताऊंगा। कोण इनी तो साइज ब्रांड कौन सा है देख, उसका ब्रांड मेंटेन हो रहा है कि नहीं वो देख रहा हूँ। പ്രൈസിന് ഇതൊരെണ്ണം എടുക്ക്. ഇച്ചിരി ഒന്ന് രണ്ട് മാസമായാലും അത് പെട്ടെന്ന് വളരുമല്ലോ. വേറെ കളർ എന്തിനാ എടുക്കണം? ഇത് ശരി കറക്റ്റാ. ഈ കറക്റ്റ്. ഇതിനെത്ര? ये कौन सा कंपनी है? डीजल डीजल। और भी कलर है उसमें। हाँ तो इसका देख, ये तेरा हाथ बड़ा है तेरा, क्या बड़ा मतलब? ये परफेक्ट है, इधर से सर ऊपर नहीं किया उसने। हाँ फिर ये देखिए शोल्डर में आना चाहिए। अरे सर वो डाउन शोल्डर आइटम है। शोल्डर बड़ा है। हाँ ठीक है। निकाल के दे, निकाल के दे. ഇവനും മെറൂൺ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ് അങ്ങ് ഇരിക്കട്ടെ, ഇത് ഇട്ടുണ്ടേ കറക്റ്റാ. പ്രൈസിന് എത്ര വരും? ब्रांड है അങ്ങോട്ട് പോകും. പിന്നെ പ്രൈസിന് ഒരു ജീൻസ് വേണമായിരുന്നു. ഞാൻ പറഞ്ഞൊരു ബ്ലൂ എടുക്കാൻ പറഞ്ഞു. അപ്പം അതൊന്ന് നോക്കുക. ചോദ്യം റേച്ചാ നിന്റെ എല്ലാം കഴിഞ്ഞുണ്ടേ പോകാം. ഇല്ലേ കൊച്ചിനെ നോക്കണ്ട. बाल कटाना बचा है, बहुत टाइट है। നീ അകത്തൂടെ അല്ലേ ഇട്ടത്? കോളർ ശരിക്കും വെച്ചേ. ആ 4XL ആണോ? എത്ര നോക്ക്, അതിൻ്റെ അകത്ത് എത്ര എഴുതിയൊക്കെ നീ നോക്ക്. ഫോർ എക്സൽ നോക്ക്, നോക്കിയിട്ട് നോക്ക്. അതിൻ്റെ അകത്ത് എഴുതി വേണ്ട. 4XL ഇടും. 5XL വേണ്ട. 5XL ബോത്ത് വലുതാ. ഇത് 3XL നിനക്ക് അത്ര. ഒരു 4XL നോക്ക്. നോക്കിയിട്ടാണോ നീ എടുത്തേ? ആ കളർ വേണ്ടടാ. एक मिनट ഈ കളർ ഇട്. അല്ല ഇതെടു. ഇതെത്ര? ഇതേതാ? 4XL. വേണ്ട, ഇതെടു. പോളിൻ്റെ ടീഷർട്ട് ഒക്കെ 3-4 എടുത്തു കഴിഞ്ഞ്. അപ്പോൾ അവൻ വേറെ കോളർ ടൈപ്പ് കണ്ടുണ്ടേ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറയുവാ, അവിടെ നിന്ന് പറയുവാ, ഇനി നമുക്കങ്ങ് പോകാമെന്ന്. ഞാൻ പറയും, നിൻ്റെ എടുത്ത് കഴിഞ്ഞിട്ട് ഇനിയും പോകാമോ? കൊച്ചിനെടുക്കണ്ടേ? അപ്പോൾ പറയും, എനിക്കിനിയും പോയി മുടി വെട്ടണമെന്ന്. ചുമ്മാതെ ഞാൻ പറയാം അവിടെ നിൽക്കാൻ. കാരണം ഇത് ഒരു സൺഡേ ദിവസമല്ലായിരുന്നോ? വിശന്നും രാവിലെ അവിടുന്ന് ചർച്ചയിൽ നിന്ന് പുക കഴിക്കുക, പിന്നെ ഒന്നും കഴിച്ചില്ലല്ലേ. പിന്നെ പ്രൈസിന് ഇപ്പോഴേ വിശക്കെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. അന്നേരം റീച്ചാൻ പറഞ്ഞു, ഇവിടെ എവിടെയെങ്കിലും അടുത്തുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇത്തിരി സ്നാക്സ് പോലെ എന്തെങ്കിലും നാസ്ത പോലെ കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിടിച്ച് നിർത്തിയതാണ്. അവിടെ ട്രയൽ റൂമായിട്ടൊന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞ് അവിടെ നിന്ന് തന്നെ അങ്ങ് ഇട്ട് നോക്കുന്നു. सर आपको तो मेरे को लगता है 3 भी आ जाएगा, इनको 4 है, आपको तो 3 भी आ जाएगा। 3 भी टाइट होएगा इसमें। नहीं हाँ आपको 3, वही सही बोल। 3 भी आ जाएगा।
दोनों जन को पहनने का है ना। मतलब आइडिया आएगा कुछ। देखना उधर जाके करना, नहीं तो प्राइस चेंज चाहिए इधर तो। हाँ ठीक है, यही बराबर। वो तो भी। देखा जाए ना 4XL लेंगे ना तो ये कितना कौन सा है? ये 4XL है। 4XL है ना? 4XL है ना तू? 3XL लेंगे ना मैडम तो है ना बहुत हाँ बैठेंगे ना तो ये 4XL है ना? हाँ यही लेने को बोला है। अमीर आदमी का निशान आ जाएगा उसके से, बटन टूट जाएगा ऐसा। हाँ ये ले। ഈ കളർ ഇച്ചിരി റേച്ചാനത്തിന് ഇതായിട്ടിരിക്കുന്നില്ലേ? अभी किसको दिखाने के? हो गया ना, और क्या चाहिए? और कलर कुछ नहीं है इसमें, ये ऐसा वाला में और कुछ कलर है मेरे को ये पसंद आया। ये कलर पहनो ना। अरे क्या इंडोर कोट का लो ना, ये नहीं है, ये ऐसा बड़ा वाला चाहिए। പോടാ അതൊന്നും വേണ്ട. പ്രൈസൻകോ റൈച്ചാലി പറഞ്ഞ വേണോന്ന്? बड़ा है एडिडास का नहीं चाहिए, एल नहीं चाहिए एल। अरे भाई एडिडास का नहीं चाहिए भाई, ये अच्छा ब्रांड है। उसका सोल मेरे को पसंद, कलर आपको पसंद ना आने से क्या होने वाला है? अरे ഞാൻ ഇട്ട सोल अच्छा ये सोल थोड़ी है। अरे ये ले रे, इसमें ग्रिप सब है। ये ले चुपचाप ये ले और निकल। वो भी अच्छा ठीक है। സൈഡ് കൊടുക്കാം ആൾക്കാർ. स्पीकर में ये डाल, स्पीकर में हाँ वही। हाँ अभी 2 मिनट में तो डालना है रे। सॉक्स बराबर डालने का था तेरे को, वहाँ पे रफ लगेगा। फुटबॉल शूज चल वॉक कर। दूसरा देख, हाँ है ना दूसरा पैर। अच्छा हाँ चल डाल डाल हमेशा साइड ऐसा बोल। ഞാനന്ന് ഈ ക്ലിപ്പാണ് ഇട്ടത്. പ്രൈസമ്മോൻ ഏത് ഷൂവാണ് സെലക്ട് ചെയ്തതെന്നുള്ളത്. ഇടത്തെ കാലിലെയും വേറൊരു കമ്പനിയുടെ, വലത്തെ കാലിലെ വേറൊരു കമ്പനിയുടെ. പക്ഷെ പറഞ്ഞവരുടെ എല്ലാം കറക്റ്റായിരുന്നു. എനിക്കിഷ്ടം വലത്തെ കാലിലെ ആയിരുന്നു. അതും ഒരു കമൻറ്റിൽ പറഞ്ഞു. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് അതായിരുന്നെന്ന് തോന്നുന്നു. പക്ഷേ പ്രൈസമ്മോൻ ഇഷ്ടപ്പെട്ടത് ഇതാണ്. അവൻ എടുത്തത് ഇടത്തെ കാലിലെ തന്നെ എടുത്തത്. എല്ലാവരും പറഞ്ഞതും കറക്റ്റായിരുന്നു. कौन सा अच्छा है? इसमें ज़्यादा मतलब कंफर्टेबल लग रहा है और इसमें भी थोड़ा कंफर्टेबल है। इसमें भी थोड़ा कंफर्टेबल लग रहा है, इसमें भी थोड़ा कंफर्टेबल ये लग रहा एडिडास है. ब्रांड है, वो कौन सा ब्रांड है? फिलहाल दोनों भी ब्रांड अच्छे हैं। ब्रांड छोड़ो, तेरे को कंफर्टेबल कौन सा अच्छा लगा? सोल इसका सोल मेरे को पसंद आया और इसका एल है, तेरे ऊपर है। तू बता क्या अच्छा എനിക്ക് लगा? ഇഷ്ടപ്പെട്ടത് ഇതാ. हां तो पैसे को भी वही पसंद आया था। मुझे वो चाहिए ना? ഷൂ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ ബില്ലടിക്കുന്നിടത്തോട്ട് വരിക. അപ്പം ഞങ്ങളുടെ പുറകെ ഒരു മനുഷ്യൻ വരുന്ന കണ്ടോ. അപ്പം ഞാനും പോളും സെൽഫി എടുത്തുകൊണ്ട് വരും. അപ്പം ഇച്ചിരി മുമ്പോട്ട് സ്റ്റെപ്പാണ്. അപ്പം ഞാൻ അന്നേരം ഇതങ്ങ് നിർത്തി. അപ്പോൾ അതാ പുള്ളിക്കാരൻ അടുത്ത് വന്നുകൊണ്ട് ഞങ്ങളുടെ ഞാൻ പറയാനിരിക്കുമായിരുന്നു സ്റ്റെപ്പ് വരുന്നുണ്ട് മറിഞ്ഞടിച്ച് വീഴല്ലേന്ന്. സ്റ്റെപ്പ് കണ്ടിട്ട് ഞാനങ്ങ് നിർത്തിയായിരുന്നു. പുള്ളിക്കാരൻ പുറകെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രൈസിന് ഇവിടുന്ന് ബ്രാൻഡഡ് 2 എടുത്ത് വെളിയിലൊക്കെ ഇടാനായിട്ട്. പക്ഷേ വീട്ടിൽ ഇടാൻ അവന്
ടീഷർട്ട് ഇല്ലായിരുന്നു. ടീഷർട്ടും ഈ വീട്ടിൽ ഇടുന്ന നിക്കർ പോലുള്ളതൊക്കെ ഇവിടെ ഇല്ലായിരുന്നു, വലിയവരുടെയൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞെന്നാൽ നമുക്ക് ഇതുവഴി അങ്ങ് ഡിമാർട്ടിൽ പോകാമെന്ന്. റീച്ച പറഞ്ഞു ഇന്ന് ഇനിയും പോകണ്ട, നാളെ. ഞാൻ പറഞ്ഞു റീച്ച ഇന്ന് ഇറങ്ങിയതാ, ഇനിയിപ്പോൾ നാളെയൊക്കെ എപ്പോഴാണ് നമ്മൾ നാളെ റീച്ചാൻ രാവിലെ അങ്ങ് പോകും, പിന്നെ സമയമില്ല, നമുക്ക് ഈ ഒരു സൺഡേ ദിവസമല്ല കിട്ടുന്നുള്ളൂ. പിന്നെ നമുക്കങ്ങ് ഇന്ന് ഇതുവഴി അങ്ങ് ഡിമാർട്ടിൽ പോയിട്ട് കൊച്ചിനുള്ളത് നോക്കാമെന്ന് വെച്ച്, വീട്ടിലിടാനായിട്ടുള്ളതേ. ഞാൻ പറഞ്ഞു ഡ്രസ്സ് മാത്രം എടുത്തിട്ട് നമുക്ക് ഇങ്ങ് വരാമെന്ന്. അപ്പോൾ റീച്ചാൻ പറഞ്ഞ് അങ്ങനെ അതെങ്കിൽ പോകാൻ, ഡ്രസ്സ് മാത്രം നമുക്ക് എടുത്തിട്ട് ഇങ്ങ് വരാം, വേറെ ഒന്നിനും അവിടെ നിൽക്കല്ലേ. ഞങ്ങൾ പെട്ടെന്ന് പോയി ഡ്രസ്സ് സെക്കൻഡ് ഫ്ലോറിലാണ്, അവിടെ പോയി ഡ്രസ്സ് മാത്രം എടുത്തിട്ട് പെട്ടെന്ന് ഇങ്ങ് വന്നു. ഈ സൺഡേ ദിവസം അവിടെ ഭയങ്കര ബില്ലടിക്കാൻ ഭയങ്കര ലൈൻ നിൽക്കണം, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. ഇവിടെ കൊച്ചിനെയും കൂടെ പിടിച്ചോണ്ട് പോടാ, കൊച്ചിനെയും കൂടെ പിടിച്ചോണ്ട് പോകാൻ. ഇപ്പോൾ റീച്ചാൻ്റെ ഓഫീസ് ഈ ഏരിയയിലാണ്. അപ്പോൾ റീച്ചാൻ അവിടെയുള്ള റെസ്റ്റോറൻറ്റുകളൊക്കെ അറിയാം. അപ്പം ഞാൻ പറഞ്ഞെന്നാൽ നമുക്ക് ഇഡലി വട കഴിക്കാമെന്ന് പറഞ്ഞ് അടുത്തുള്ളവരടുത്ത് കയറി. അപ്പം ഞാനും റീച്ചാനും ഇഡലിയും വടയും സാമ്പാറും വാങ്ങിച്ചു. ഇവന്മാർക്ക് ഇത് മതിയെന്ന് പറഞ്ഞ് മസാല ദോശ. ഡാഡിക്ക് ഞങ്ങൾ രാത്രി ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് കൈ കൊണ്ട് മുറിക്കുന്നില്ല. ഞങ്ങളവിടെ കഴിച്ചിട്ട് പിന്നെ ഡിമാർട്ടിൽ വന്നു. പ്രൈസിന് വീട്ടിൽ ഇടാനുള്ള നിക്കറും ഒക്കെ ഇതിപ്പം നമുക്ക് നോക്കിയെടുക്കണം, കാരണം ഈ ആൾക്കാരൊക്കെ വേറെ അടുത്തു നിന്നൊക്കെ എടുത്തിട്ടേ ഇതിൻ്റെ എവിടാന്ന് വെച്ചാൽ അവിടെ ഇട്ടിട്ട് പോകും. അപ്പം നമ്മൾ ചിലപ്പോൾ അതിൽ കിടക്കുന്ന ബോർഡിലെ റേറ്റ് ആയിരിക്കത്തില്ല ചിലപ്പം നിക്കറിൻ്റെ അത്. അതുകൊണ്ട് എല്ലാം നോക്കിയിടാം. അവൻ്റെ അളവിനുള്ളത് 2-3 ഞാൻ എടുത്തു. പിന്നെ അവനൊരു ടിഫിൻ ബോക്സ് നോക്കണം. ഞാൻ പറഞ്ഞ് ഒരു ടിഫിൻ ബോക്സ് നമുക്ക് നോക്കിയിട്ട് വരാം, വേറെ ഒന്നും ഇനി ഞാൻ നോക്കത്തില്ലെന്ന് പറഞ്ഞ്. റീച്ചാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് വരണ്ടാന്ന്, നീ ഓരോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല റീച്ച, ടിഫിൻ ബോക്സ് മാത്രമേ നോക്കത്തുള്ളൂ, എന്നിട്ട് നമുക്ക് ഇത് ടിഫിൻ ബോക്സ് എടുത്തുകൊണ്ടങ്ങ് പോകാമെന്ന്. ഈ അകം സ്റ്റീലുള്ളതേ, പുറം സ്റ്റീലാണ്. ഇങ്ങനെ നമ്മളല്ലാതെ ഈ ചൂടൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക്കിലിട്ട് കൊടുക്കാതെ ഇങ്ങനെയുള്ള ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ടിഫിൻ ബോക്സായത്. അപ്പോൾ ഇത് 299, 300 രൂപ. അപ്പോൾ അതൊരെണ്ണം അവനെടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ഇവിടുന്ന് എടുത്തിട്ട് എളുപ്പം പാന്ന് പറഞ്ഞു. റീച്ചാൻ എന്നിട്ട് വന്നിട്ട് റീച്ചാൻ്റെ കൂട്ടുകാരൻ അവിടെ ബാഡ്മിൻ്റൺ കളിക്കാൻ നിൽക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസമാണ് വെജിറ്റബിളെല്ലാം വാങ്ങിക്കേണ്ടത്. അപ്പം ഡിമാർട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു നൈറ്റിയൊക്കെ വിൽക്കുന്ന ഒരു ലേഡി ഇരിപ്പുണ്ട്. ഇവരുടെ കയ്യിൽ നിന്നാണ് എൻ്റെ നൈറ്റികൾ കൂടുതലും വാങ്ങിക്കുന്നത്, നല്ല പ്യുവർ കോട്ടനാണ്. അപ്പോൾ എൻ്റെ സൈസിനുള്ളത് അവർക്കറിയാം. അപ്പം വന്നുണ്ടേ ഇവർ പറഞ്ഞ് ഇത് നല്ല പ്യുവർ കോട്ടനാണ്, നേരത്തെ ഞാൻ വാങ്ങിച്ച സെയിം മെഷർമെൻറ്റാണ് കൊണ്ടുവന്ന് പറഞ്ഞു. കിട്ടുന്നാവല്ലോ എന്തോ മങ്തായിക്കാ പൂറാ മുഴുവൻ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കണം. അപ്പോൾ ഈ വീഡിയോയുടെ ബാക്കി കുറച്ചുകൂടെ ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിലിടാം. വീഡിയോ ഒത്തിരി ലെങ്ത് ആവുന്നു. അപ്പം ഞാൻ ഈ 2 കമ്പനിയുടെ, ഇതൊരു കമ്പനിയുടെ ഇതൊരു കമ്പനിയുടെ. ഇത് പക്ഷേ നല്ല കറക്റ്റായിരുന്നു. പക്ഷേ മറ്റേത് ഞാൻ വീട്ടിൽ വന്നിട്ട് നോക്കിയാണ് ഇത്തിരി പ്രോബ്ലം ആയത് ഞാൻ പറയാം. എന്ന് വെച്ചാൽ കഴുത്ത് ഇത്തിരി കയറിയിരിക്കുമായിരുന്നു, എനിക്കതൊക്കത്തില്ല. അപ്പം വാങ്ങിച്ചിട്ട് അത് പിന്നെ തിരിച്ചു കൊടുക്കാമെന്ന് വെച്ച്. അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.